സ്ട്രേഞ്ചർ തിങ്സിലെ എല്ലാ ക്യാരക്ടറും അതിലെ കഥയും ഇല്ലുമിനാറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 11 എന്ന ക്യാരക്ടർ എടുത്ത് നോക്കിക്കോളൂ. 11 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 എന്ന സംഖ്യയാണ്. ഈ 11 എന്ന സംഖ്യ ഇല്ലുമിനാറ്റിന്റെ ഒരു കോഡാണ്. ബാഹ്യ ലോകത്തിലേക്കും ആന്തരിക ലോകത്തേക്കും ചെന്ന് കയറാനുള്ള ഒരു മാനസിക കഴിവ് തന്നെയാണ്. 11 രണ്ട് മേഖലയ്ക്കും സുഖമായിട്ട് പോവാറുമുണ്ട്. അത് ഇല്ലുമിനാറ്റിയിലെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. നെക്സ്റ്റ് ഡെമോർഗൻസ് മൗത്ത് ആണ്. ഡെമോർഗൻസിന്റെ മൗത്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലോട്ടസ് പോലെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ലോട്ടസ് അല്ല, അതൊരു പെന്റഗ്രാം ആണ്. നമ്മുടെ പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, വായു, അഗ്നി, ജലം, പിന്നെ ആത്മാവും. ഈ 5 ഭൂതങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അവരുടെ ഫ്ലോർ ആണ്. നിങ്ങളുടെ ഫ്ലോർ നോക്കിക്കോളൂ, എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ മുന്നേ കണ്ടിരിക്കുന്ന ചെസ് ബോർഡിലായിരിക്കും. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെസ് ബോർഡ് അവന്റെ അടിസ്ഥാന ബോധത്തിന്റെ സംബന്ധിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവിടെ നമ്മുടെ മനസ്സ് ഒരു ഡ്യൂവലിസ്റ്റിക് ചിന്തയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആന്തരിക പോരാട്ടത്തെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രതിനിധീകരിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സിന്റെ നിങ്ങൾ 7ാമത്തെ സീസൺ എടുത്ത് നോക്കിക്കോളൂ. ഈ ഡ്യൂവലിസ്റ്റിക് ചിന്തകളെല്ലാം മാറിയിട്ട് അവരാരാണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് അവരെല്ലാവരും ഐക്യത്തോടെയാണ് ശരിക്കും പറഞ്ഞാൽ 8ാമത്തെ സീസണിൽ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് വെക്കനാസ വൈൻസ് ആണ്. എല്ലാം എത്തുന്നത് ഒരേ ഒരു സ്ഥലത്താണ് എന്നുള്ളത് ലാസ്റ്റ് സീസണിൽ ശരിക്കും കാണിക്കുന്നുമുണ്ട്. അതായത് മനുഷ്യരുടെ എല്ലാ വസ്തുക്കളും മനുഷ്യരും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ ബോധത്തിലാണ് ഇരിക്കുന്നത്. അത് പരസ്പരം